നമസ്കാരം, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്ത്. ഇന്ന് നമ്മളുടെ വീഡിയോ സ്വിംഗ് ട്രേഡിങ്ങിനെ കുറിച്ചാണ്. എന്താണ് സ്വിംഗ് ട്രേഡിങ് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഈ വീഡിയോയിൽ വളരെ ചെറിയൊരു വീഡിയോ ആണ്, മുഴുവൻ കാണാതിരിക്കരുത്. അപ്പോൾ എന്താണ് ഇൻട്രാഡേ ട്രേഡിംഗ് എന്നുള്ളത് നമ്മൾ പഠിച്ചു അല്ലേ. ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തെ ട്രേഡിംഗ് ആണ്, ഒരു ദിവസം കൊണ്ട് അവസാനിപ്പിക്കേണ്ട ട്രേഡിംഗ് ആണ് ഇൻട്രാഡേ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതിന് നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് ഡേ ട്രേഡിംഗ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഡേ ട്രേഡിങ്ങിനെ കുറിച്ചല്ല ഈ പറയുന്നത്. സ്വിംഗ് ട്രേഡിങ്ങും ഡേ ട്രേഡിങ്ങും തമ്മിൽ ഒരു ബന്ധവുമില്ല, തികച്ചും വ്യത്യസ്തമാണ്. അപ്പോൾ നമ്മൾ പഠിച്ചിരിക്കുന്ന ഒന്ന് രണ്ട് നിക്ഷേപ രീതികളുണ്ട്. ഒന്ന് ഇൻട്രാഡേ ആണ്. അത് കൂടാതെ നമുക്കുള്ളത് ഒരു ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചാണ്. ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റും ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റും. ഇതിൽ ഏതാണ് സ്വിംഗ് ട്രേഡിംഗ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. എന്തായാലും ഈ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കമൻറ്റ് എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ചെറിയ വാക്കുകളിൽ കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങളുടെ ഫ്രണ്ട്സിന്. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. സ്വിംഗ് ട്രേഡിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ നമ്മളിതൊരു HDFC ബാങ്കിൻ്റെ ഒരു വർഷത്തെ ഒരു ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. ഇത് ലൈൻ ചാർട്ടാണെന്ന് നിങ്ങൾക്കറിയാം. നമ്മൾ ക്യാൻഡിൽ സ്റ്റിക്കിനെ കുറിച്ച് പറഞ്ഞു, ഇത് പക്ഷേ ലൈൻ ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. ഇത് കഴിഞ്ഞ ഡിസംബർ മുതൽ ഈ വർഷം കഴിഞ്ഞ ദിവസം വരെയുള്ള ഒരു ചാർട്ടാണിത്. കണ്ടില്ലേ, ഇത് ഫെബ്രുവരി മാസം ഉണ്ടായിട്ടുള്ള ഒരു ഇടിവാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ ഒരു ചാർട്ടെന്ന് പറയുമ്പോൾ സാധാരണ നിലയിൽ ഒറ്റ ലൈനായിട്ട് അങ്ങനെയല്ല ഈ ചാർട്ടുകൾ പോകുന്നത്. അതായത് നല്ല ആരോഗ്യമുള്ള, അതായത് കൂടുതൽ ട്രേഡിംഗ് നടക്കുന്ന ടോപ്പ് ഷെയർസ് എന്ന് നമ്മൾ വിളിക്കുന്ന മികച്ച ഓഹരികളെല്ലാം തന്നെ ഒരിക്കലും ഒരു ലൈനായിട്ട് ഇങ്ങനെയല്ല പോകുന്നത്. അത് ഇങ്ങനെ ആയിരിക്കും പോകുന്നത്, ഒരു തിരമാല പോലെ. അതായത് ഓരോ കയറ്റം ഉണ്ടെങ്കിൽ അതിനൊരു ചെറിയ ഇറക്കം, അതായത് കറക്ഷൻ എന്ന് പറയും. എല്ലാവർക്കും തന്നെ അതിൽ നിന്ന് നേട്ടം ഉണ്ടാകണമല്ലോ. ഷോർട്ട് ചെയ്തവനും ലോങ് ചെയ്തവനും എല്ലാം തന്നെ ലാഭം കിട്ടത്തക്കവണ്ണം ഒരു തിരമാലയുടെ ആകൃതിയിലായിരിക്കും പലപ്പോഴും പോകുന്നത്. എന്നാൽ നല്ല ഓഹരിയാണെങ്കിൽ അത് മെല്ലെ അത് ഉയരങ്ങളിലേക്ക് പോവുകയും ചെയ്യും. എന്നാൽ ഇടയ്ക്ക് വെച്ചിട്ട് അതൊന്ന് താഴ്ന്നിട്ട് കറക്ഷന് വേണ്ടിയിട്ട്, അതായത് ഒരു ബസ്സിൽ, നല്ലൊരു ബസ്സിൽ എല്ലാവരും കൂടി കയറിയിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കൊരു സ്റ്റോപ്പിൽ കുറച്ച് പേർക്ക് ഇറങ്ങണം, പുതിയ കുറച്ച് പേർക്ക് കയറണം എന്ന് നമ്മൾ പറയാറില്ലേ. അതുപോലെ തന്നെയാണ് ഈ ഓഹരികളുടെ വിലകളുടെ ചാർട്ടും പോകുന്നത്. അപ്പോൾ ഇതൊരു ലൈൻ ചാർട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ സ്വിംഗ് ട്രേഡിങ്ങിനെ കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കി, ഇത് ഇൻട്രാഡേ ട്രേഡിംഗ് അല്ല എന്ന് പറഞ്ഞു. എന്നാൽ ലോങ് ടേം ആയിട്ട് വളരെ വർഷങ്ങളോളം വാങ്ങി സൂക്ഷിക്കുന്നതിനെ നമ്മൾ സാധാരണ സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറയാറില്ല. എന്നാൽ ഇതിൻ്റെ ഇടയിലുള്ള ഒരു മിഡ് ടേം എന്ന് പറയാം. അതായത് ഒരു ദിവസത്തിന് മുകളിൽ 2-3 ദിവസം മുതൽ ഒരാഴ്ച, 2 ആഴ്ച, അല്ലെങ്കിൽ ഒരു കൊല്ലം, ചിലപ്പോൾ അതൊരു 1-2 വർഷങ്ങളിലേക്കൊക്കെ പോയേക്കാം. അതിനെല്ലാമാണ് നമ്മൾ സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. വാങ്ങി വെച്ചത്, അതായത് ഡെലിവറി ബേസ്ഡ് ആണ്. ഡെലിവറി എടുക്കണം. ഇൻട്രാഡേയിൽ ഡെലിവറി എടുക്കില്ലല്ലോ, അന്ന് തന്നെ ക്ലോസ് ചെയ്ത് പോവുകയാണ്. എന്നാൽ ഇത് ഡെലിവറി എടുത്തിട്ടുള്ള ഒരു ട്രേഡിംഗ് ആണ് ഇത് എന്നുള്ളത് ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അതിൽ ഒരുപാട് അവസരങ്ങൾ നമുക്ക് കിട്ടുമെന്നുള്ളതാണ് ഈ സ്വിംഗ് ട്രേഡിങ്ങിൻ്റെ ഒരു മെച്ചം. ഉദാഹരണത്തിന് ഇവിടെ നോക്കൂ, ഇത് മാർച്ച് 24 തീയതി ഇതിൻ്റെ പ്രൈസ് HDFC ബാങ്കിൻ്റെ ഷെയർ പ്രൈസ് 767.70 എന്ന് വന്നിരിക്കും. ആ പോയിന്റിന് ശേഷമുള്ള ചില്ലറ ഞാൻ വിട്ടുകളയാണ്. 767 എന്നുള്ളൊരു പ്രൈസിലേക്ക് എത്തി എന്ന് പറഞ്ഞു. അത് പിന്നീട്, അതായത് ഒരു ദിവസം 1-2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടെ ഈ ഷേപ്പ് കണ്ടില്ലേ, ഇവിടെ എത്തിയപ്പോൾ തന്നെ 904 ആയിട്ടുണ്ട്. 904 ആയി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 137 രൂപ 24 തീയതി മുതൽ 27 തീയതി വരെ മാർച്ച് മാസത്തിൽ അത്ര കുറച്ച് ദിവസം കൊണ്ട് തന്നെ 904 ആയി എന്ന് പറയുമ്പോൾ തന്നെ 137 രൂപയാണ് അവിടെ കൂടിയിരിക്കുന്നത് അല്ലേ. 137 രൂപ എന്ന് പറയുമ്പോൾ ഒരു 100 ഷെയറിൻ്റെ കാര്യത്തിലാണെങ്കിലോ 13,700 റുപ്പീസ് ആയില്ലേ. അപ്പോൾ അതൊരു നല്ല, അതായത് വാങ്ങിയിട്ട് ഡെലിവറി എടുത്തിട്ട് അത് വില കൂടിയപ്പോഴാണ് ഇയാൾ വിറ്റിരിക്കുന്നത്. അതുകൊണ്ടാണ് അയാൾക്ക് ലാഭം കിട്ടിയിരിക്കുന്നത്, കണ്ടില്ലേ. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ഇപ്പം ഇനിയിപ്പോൾ കുറച്ച് ഇപ്പുറത്ത് നമുക്ക് നോക്കാം. ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും ഏപ്രിൽ 15 തീയതിയാണ്. 863 രൂപയാണ് അവിടുത്തെ വില. 863 രൂപ 30 പൈസ. അതിൽ ഒരാൾ വാങ്ങിയെന്നിരിക്കട്ടെ, അയാൾ വാങ്ങിയിട്ട് ഒരു ഏപ്രിൽ 9 തീയതി ഇവിടെ, അല്ലെങ്കിൽ ഒരു ഏപ്രിൽ ഇവിടെ വെച്ചിട്ട് അയാൾ സെല്ല് ചെയ്യുകയാണെങ്കിൽ 944 രൂപ അയാൾക്ക് കിട്ടുകയാണ്. കണ്ടില്ലേ? അപ്പോൾ ഈ സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ അവസരങ്ങൾ മുതലെടുക്കുക എന്നുള്ളതാണ്, അത് മനസ്സിലാക്കണം. അപ്പോൾ ഇനിയും ഇവിടെ വെച്ച്
ഒരാൾ വാങ്ങിയെന്നിരിക്കട്ടെ, അതെ ഈ റേഞ്ചിൽ എവിടെയെങ്കിലും വെച്ചിട്ട് ഒരാൾ വാങ്ങിയെന്നിരിക്കട്ടെ ഈ ഷെയർ HDFC ബാങ്ക്, അതായത് 1113 രൂപ 80 പൈസ, 1113 രൂപ. അത് വാങ്ങിക്കഴിഞ്ഞപ്പോൾ വില ഇങ്ങനെ താന്നുപോയി. അയാൾ ലോങ് ടൈം ആണ്, കുറച്ച് ലോങ് ആണ്, അയാൾക്ക് ടെൻഷനില്ല, ഡെലിവറി എടുത്ത് വെച്ചേക്കാണ്. അതപ്പോൾ ഇങ്ങനെ വന്നു, അത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ വില കൂടി വരുന്നുണ്ട് അല്ലേ. ഇപ്പോൾ ഇന്നലെ കഴിഞ്ഞ ദിവസം ഈ നവംബർ 19-ാം തീയതി ഇതിൻ്റെ വില 18-ാം തീയതി അല്ല 19-ാം തീയതി 13,474, അതിന് തൊട്ട് മുമ്പ് 1,419 രൂപ അല്ലേ. അപ്പോൾ എന്തായാലും കുറച്ച് ഹോൾഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് അവർക്ക് ഒരിക്കലും വലിയ ഒരു ലോസ് വരില്ല. പ്രത്യേകിച്ച് കമ്പനിക്ക് എന്തെങ്കിലും സംഭവിക്കില്ല, എക്കണോമിയിൽ വലിയൊരു ക്രാഷോ അല്ലെങ്കിൽ യുദ്ധമോ അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല എങ്കിൽ സാധാരണ നല്ല ആരോഗ്യമുള്ള, അതായത് ഇൻഡെക്സ് ബേസ്ഡ് ഒക്കെ ആയിട്ടുള്ള നല്ല കമ്പനികളിലാണ് നിക്ഷേപിച്ചിരിക്കുന്ന ഒരാളാണെങ്കിൽ സ്വിംഗ് ട്രേഡ് ചെയ്യാം. അതായത് വാങ്ങി കുറച്ച് ദിവസങ്ങൾ നോക്കിയിരുന്നു, അത് ഉയർന്നു കഴിഞ്ഞപ്പോൾ, വില കുറച്ച് ഉയർന്നു കഴിഞ്ഞപ്പോഴത്തേക്കും, കുറച്ച് ഉയർന്നപ്പോൾ തന്നെ അയാൾക്ക് വേണമെങ്കിൽ ഇവിടെ വെച്ച് വിൽക്കാം, പിന്നെ വീണ്ടും കുറച്ച് താന്നു കഴിയുമ്പോഴത്തേക്കും ഇവിടെ വാങ്ങിക്കാം, വീണ്ടും അത് ഉയർന്നു വരുമ്പോഴത്തേക്കും വിൽക്കാം. അങ്ങനെ ട്രേഡർ എന്ന് പറഞ്ഞാൽ അതാണ്. ട്രേഡർ എന്ന് പറയുമ്പോൾ നമ്മൾ വെറും ഇൻട്രാഡേ ട്രേഡർ അല്ല. ഇൻട്രാഡേ ട്രേഡർ എന്നൊക്കെ വിളിക്കാന്നുണ്ടെങ്കിൽ പോലും അയാൾ വാസ്തവത്തിൽ അതിലൊരു നമ്മൾ നേരത്തെ പറയാറുണ്ടല്ലോ, സാധാരണ സ്റ്റോക്ക് മാർക്കറ്റിനെ ആൾക്കാർ പലപ്പോഴും പറയാറുള്ളൊരു സാധനമാണ് അതിലൊരു ഗാംബ്ലിങ്ങിൻ്റെ അംശമുണ്ടെന്നല്ലേ. അതായത് ശരിക്കും അനലൈസ് ചെയ്ത് പഠിക്കാതെ വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇൻട്രാഡേ ട്രേഡിങ് വെറും ഒരു ഗാംബ്ലിങ് പോലെയാണ് വരിക. അപ്പോൾ അതല്ലാതെ അനലൈസ് ചെയ്യാതെ വരുന്ന ഒരാളെ സംബന്ധിച്ചാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ കുറച്ച് അത്രയൊന്നും അനലൈസ് ചെയ്തില്ലെങ്കിൽ പോലും നമുക്ക് ഫണ്ടമെൻ്റലായിട്ടൊന്നും അല്ലെങ്കിൽ ടെക്നിക്കലായിട്ടോ അനലൈസ് ചെയ്യാത്ത ഒരാൾക്ക് പോലും സ്വിംഗ് ട്രേഡിങ് ചെയ്യാൻ, ഡെലിവറി എടുത്തിട്ട് അയാൾ മാറിയിരിക്കുന്നു അല്ലേ. അയാൾ ഡെലിവറി എടുത്ത് വെച്ചിട്ട് പിന്നെ ദിവസവും പേപ്പറൊക്കെ നോക്കി അങ്ങനെ ഇരിക്കുന്നേ ഉള്ളൂ. ഒരു ദിവസം നോക്കിയപ്പോൾ വില കൂടിയിരിക്കുന്നു എന്ന് കണ്ടു, കുറച്ച് അയാൾ ഉദ്ദേശിച്ചതിനേക്കാൾ, അയാൾ വിചാരിച്ചതിനേക്കാൾ, ബാങ്ക് ഇൻട്രസ്റ്റ് റേറ്റിനേക്കാൾ 3-4 ഇരട്ടി പ്രോഫിറ്റ് ഇപ്പോൾ വിറ്റാ കിട്ടുമെന്ന് കാണുമ്പോൾ അയാളത് വിൽക്കുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് ഒരു സ്വിംഗ് ട്രേഡിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇൻട്രാഡേ അല്ല, എന്നാൽ വലിയ ലോങ് ടൈം ഒരു ഇൻവെസ്റ്റ്മെൻറ്റിനെ നമ്മൾ സാധാരണ സ്വിംഗ് എന്ന് പറയാറില്ല. ഇതുപോലെയുള്ള സ്വിങ്ങുകൾ ഉണ്ട്, ഊഞ്ഞാലാട്ടം പോലെ തന്നെ. അതായത് ഒരു പന്ത് താഴേക്ക് ഇടുകയാണെങ്കിൽ വിലകളുടെ കാര്യത്തിലാണ് ഞാൻ പറഞ്ഞത്, ഒരു താഴത്തേക്ക് ഇടുകയാണെങ്കിൽ അത് ബൗൺസ് ചെയ്യും അല്ലേ, ബൗൺസ് ചെയ്ത് വരും, എന്നിട്ട് ഇവിടെ വരെ വന്നു, അങ്ങനെ വീണ്ടും ഇതുപോലെ ഒരു തിരമാല പോലെ ഷെയർ പ്രൈസ് പോകുന്നു. ഇനി നമുക്ക് ഒരു ടെക്നിക്കലായിട്ടുള്ള മറ്റൊരു ഇതിലേക്ക് പോകാം. നമ്മൾ കാൻഡിൽ സ്റ്റിക്കാണ് നമ്മൾ പഠിച്ചിരുന്നത് അല്ലേ. കാൻഡിൽ സ്റ്റിക്കിൽ നോക്കൂ, അപ്പോൾ ഇത് ട്രെൻഡ് എക്സിറ്റ് ചെയ്യേണ്ടത് എവിടെയാണ് എന്നൊക്കെ നോക്കൂ. ഇത് HDFCയുടെ തന്നെയാണ്. ഇതിപ്പോൾ കഴിഞ്ഞ ഒരു 2-3 മാസത്തെ മാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഇത് സെപ്റ്റംബർ 28-ാം തീയതിയാണ്. നമ്മൾ പഠിച്ചതല്ലേ, ഇപ്പം തന്നെ നമ്മൾ പഠിച്ചതേ ഉള്ളൂ. ഇതൊരു ബെയറിഷ് ആയിട്ടുള്ളൊരു ക്യാൻഡിലാണ്. അതിന് ശേഷം കണ്ടോ ഇവിടെ ബുള്ളിഷായി തുടങ്ങി, ഇതിൻ്റെ ട്രെൻഡ് മാറി, ഈ ട്രെൻഡ് മാറി ഇവിടം വരെ വന്നിരിക്കുകയാണ്. ഇവിടെ വെച്ചിട്ട് അത് വീണ്ടും കുറച്ച് ബെയറിഷായിട്ട് വന്നു അല്ലേ. അപ്പോൾ ഇവിടെയൊക്കെ ഒരു അൺസർട്ടനിറ്റി വന്നിട്ടുണ്ട്. ഇവിടെ ബുള്ളിഷും ബെയറിഷും ആയിട്ടുള്ള ഇത് വന്നു. ഇവിടെ ഒരു ബെയറിഷ് മരുബോസു എന്ന് വേണമെങ്കിൽ വിളിക്കാവുന്ന രീതിയിലുള്ളൊരു ക്യാൻഡിൽ വന്നു. അപ്പോൾ ഒന്നൊരു അൺസർട്ടനിറ്റി ഒക്കെ വന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് പിന്നെയും വന്നിട്ടുണ്ട്, കയറിയിട്ടുണ്ട്. ഇവിടെ കണ്ടില്ലേ, ഒരു താഴോട്ടുള്ള ഒരു ട്രെൻഡായിരുന്നത്. ഈ ട്രെൻഡ് താഴോട്ട് ഇങ്ങനെ വന്നു, ഇവിടെ എത്തിയപ്പോഴത്തേക്കും കണ്ടില്ലേ, ഇവിടെ ഒരു ഡോജിയാണ്. ഇവിടെ എത്തിക്കഴിയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഒരു സ്പിന്നിങ് സ്റ്റാർ എന്നൊക്കെ വിളിക്കാവുന്ന രീതിയിലുള്ള ഒരു ക്യാൻഡിൽ ഇവിടെ വന്നു. അപ്പോൾ അതായത് അൺസർട്ടനിറ്റി, ഇത്രയും സ്ട്രോങ് ആയിട്ട് സെല്ലേഴ്സ് വന്നിട്ട് ഇവിടെ വന്നപ്പോൾ കണ്ടു, ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് ഇത് ഇത്രയും വരെ ലോയും വന്നു കണ്ടില്ലേ. ഇവിടെ അത് കഴിഞ്ഞിട്ട് ക്ലോസ് ചെയ്തിരിക്കുന്ന ഇവിടെയാണ്. ഇതിൻ്റെ ബോഡി ഇത്രയേ ഉള്ളൂ. ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് ഇത്രയും വരെ ഹൈ പോയി, ഇത്രയും വരെ ലോ പോയിട്ട് അവിടെ തന്നെ ക്ലോസ് ചെയ്തിരിക്കുന്നു. ഇവിടെ തന്നെ ക്ലോസ് ചെയ്തിരിക്കുന്ന സ്ഥിതിക്ക് ഈ ട്രെൻഡ് കുറഞ്ഞു എന്നർത്ഥം. അതായത് പിന്നെ അവിടുന്ന് അപ്വേർഡിലേക്ക് ഒരു ട്രെൻഡ് വരുന്നു എന്നുള്ളതാണ്. കണ്ടോ, ഓപ്പണിങ്ങും ക്ലോസിങ്ങും ഒരേ സ്ഥലത്ത് തന്നെ വന്നിരിക്കുന്നു. എന്നാൽ ഒന്ന് മുകളിലേക്കും താഴോട്ടും പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ട്രെൻഡ് മാറുന്നു എന്നർത്ഥം.
അവിടുന്ന് പിന്നീട് ഇങ്ങോട്ട് ട്രെൻഡ് കൂടിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ സ്റ്റിക്ക് വെച്ചിട്ട് നമ്മളിപ്പോൾ ലൈൻ ചാർട്ട് കണ്ടെങ്കിലും ക്യാൻഡിൽ സ്റ്റിക്കും കൂടി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എവിടെ എൻട്രി ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ചുള്ളൊരു നമ്മളിപ്പോൾ ഗ്രാഫ് കണ്ട് പഠിച്ചു കഴിഞ്ഞില്ലേ. അപ്പോൾ ഇനി നമുക്ക് ചിന്തിക്കാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇതിനെ പറ്റിയ ഷെയർസ് തിരഞ്ഞെടുക്കേണ്ടതെന്നുള്ളത് ഞാനൊന്ന് പറഞ്ഞെങ്കിൽ തന്നെ ഒന്നും കൂടി പറയുകയാണ്. എങ്ങനെയാണ് ഇതിന് പറ്റിയ ഷെയർസ് തിരഞ്ഞെടുക്കേണ്ടത്? എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് ദിവസത്തേക്കോ 1-2 ആഴ്ചയിലേക്കോ ഒക്കെയാണ് സാധാരണ നിലയിൽ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഷെയർസ് തിരഞ്ഞെടുത്തിട്ട് വേണം ഇത് ചെയ്യാൻ എന്നുള്ളതാണ്. വെറുതെ നമ്മൾ കണ്ടിട്ടുള്ള വളരെ മോശമായിട്ടുള്ള ഷെയർസിലൊന്നും നമ്മൾ ഇതിൽ ഇടപെടരുത്. അപ്പോൾ എങ്ങനെയാണ് അങ്ങനത്തെ ഒരു ഷെയർ നല്ല ഷെയർ തിരഞ്ഞെടുക്കേണ്ടത്? എന്താണ് നല്ല ഷെയർ നമ്മളായിട്ട് തിരഞ്ഞെടുക്കാൻ നിൽക്കേണ്ട, അത് എക്സ്ചേഞ്ചോ അല്ലെങ്കിൽ ഇതിൻ്റെ അധികൃതർ തന്നെ തിരഞ്ഞെടുത്തിട്ടുള്ളതുണ്ട്. അതാണ് നമ്മൾ പറയുന്ന ഇൻഡെക്സ് ബേസ്ഡ് ആയിട്ടുള്ള ഷെയർസ് ഉണ്ടല്ലോ. ഇപ്പം നിഫ്റ്റി ആണെങ്കിൽ തന്നെ 50 ഷെയർസ് ഉണ്ട്. അതിന് ഒരുപാട് മാനദണ്ഡങ്ങൾ ക്രൈറ്റീരിയാസ് വെച്ചിട്ടാണ് അവർ തിരഞ്ഞെടുത്തിരിക്കുന്നത് അല്ലേ. അപ്പം നല്ല ഷെയർസ് ആണത്. അപ്പോൾ അതുപോലെയുള്ള ഇൻഡെക്സ് ബേസ്ഡ് ആയിട്ടുള്ള ഷെയർസ് എടുത്താൽ മതി. നമ്മൾ കൂടുതൽ ഗവേഷണമൊന്നും നടത്താൻ നിൽക്കണ്ട. മാത്രമല്ല ആ ഷെയർസ് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ എക്സിറ്റ് ചെയ്യേണ്ടത് എവിടെയാണ്, എൻട്രി ചെയ്യേണ്ടത് എവിടെയാണെന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. അത് നമ്മളിപ്പോൾ ചാർട്ടിൽ കണ്ടപ്പോൾ തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായി. അപ്പോൾ ഈ ഷെയർസ്, നല്ല ഷെയർസ് എന്ന് പറയുന്നത് ഡെറ്റ് ഫ്രീ ആയിട്ടുള്ള കമ്പനി ആയിരിക്കണം കേട്ടോ. ഡെറ്റ് ഫ്രീ ആയിട്ടുള്ള കമ്പനി ആയിരിക്കണം, അതായത് കടബാധ്യതകളൊന്നും ഇല്ലാത്ത കമ്പനി. പിന്നെ ഡിവിഡൻഡൊക്കെ നല്ലപോലെ ഡിവിഡൻഡ് എല്ലാം കൊടുക്കുന്ന, അതായത് കോർപ്പറേറ്റ് ആക്ഷൻസ് ഒക്കെ നല്ലപോലെയുള്ള കമ്പനികളെ സെലക്ട് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇതിന് കുറേ അഡ്വാൻറ്റേജസ് ഇല്ലേ സ്വിംഗ് ട്രേഡിങ്ങിന്? അതായത് നമ്മൾ ഇൻട്രാഡേ ട്രേഡിങ്ങിനാണെങ്കിൽ നമ്മൾ പറഞ്ഞു അതിൻ്റെ ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് എന്താണ്? അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് 3:30-ക്കുള്ളിൽ ട്രേഡിങ് നിർത്തണം അല്ലേ. ഇത് ഓട്ടോ സ്ക്വയർ വരും അല്ലേ. തന്നെത്താൻ പർട്ടിക്കുലർ ടൈം ആകുമ്പോഴത്തേക്കും സ്ക്വയർ ഓഫ് ചെയ്തു പോകും. നമ്മൾ വിചാരിക്കാതിരിക്കുന്ന സമയത്താണ് ബ്രോക്കിംഗ് ഹൗസുകൾ തന്നെ അത് സ്ക്വയർ ഓഫ് ചെയ്ത് കളയില്ല, സോഫ്റ്റ്വെയർ തന്നെ സ്ക്വയർ ഓഫ് ചെയ്ത് കളയും. അങ്ങനെ ഒരു റിസ്ക് ഉണ്ട് അതിന്. ഇതിനകത്ത് അങ്ങനെ ഒരു റിസ്ക്കേ വരുന്നില്ല എന്നുള്ളതാണ്. ഓട്ടോ സ്ക്വയർ ഓഫ് എന്ന് പറഞ്ഞൊരു കാര്യമേ വരുന്നില്ല. പിന്നെ നമ്മൾ ഇതിൻ്റെ മുമ്പിൽ ഇങ്ങനെ നോക്കിയിരിക്കേണ്ട ആവശ്യമുണ്ട്. നമ്മൾ ലാപ്ടോപ്പിലാണെങ്കിൽ തന്നെ ബൈ ചെയ്തിട്ട് നഖം കടിച്ച് ഇങ്ങനെ ഇരിക്കില്ല ആൾക്കാർ, കണ്ടിട്ടില്ലേ. അപ്പോൾ അത്തരത്തിലുള്ള ഇൻട്രാഡേ ട്രേഡിങ്ങിൻ്റെ ആ ടെൻഷനും പരിഭ്രമത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ജോലിക്ക് പോകാം. ജോലിയൊക്കെ ഉള്ളവർക്കൊക്കെ അത് നല്ലതാണ്. നമുക്ക് ബൈ ചെയ്യാനായിട്ട് ഫോൺ ചെയ്ത് പറഞ്ഞു, അത് ബൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് അത്ര വലിയ ടെൻഷനൊന്നും അടിക്കേണ്ട ആവശ്യമില്ല. മാത്രമല്ല ഈ ചാർട്ടും ഗ്രാഫും ഒക്കെ നോക്കി അങ്ങനെ ഇരിക്കേണ്ട ആവശ്യമുണ്ടോ? അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഫണ്ടമെൻ്റൽ അനാലിസിസ് അല്ലെങ്കിൽ ടെക്നിക്കൽ അനാലിസിസ് ഇതെല്ലാം ഭയങ്കരമായിട്ട് അതിൽ ഗവേഷണം നടത്തേണ്ട ഒന്നും ആവശ്യമില്ല. നല്ല ഷെയർസ് ആണെന്ന് നമുക്കറിയാം. അതിൽ നമ്മൾ ബൈ ചെയ്തിട്ടുണ്ട്. ബൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കിയാൽ മതി. പിറ്റേ ദിവസം പത്രങ്ങളിൽ നോക്കാം, മാഗസീൻസിലെല്ലാം നോക്കി നമ്മൾ പതുക്കെ ലാവിഷായിട്ട് പതുക്കെ നമ്മൾ ഇരുന്നിട്ട് നോക്കുക. അപ്പോൾ നമുക്ക് ഇത് എന്തെങ്കിലും ഇതിൻ്റെ ഷെയർസ് ഇതിൻ്റെ പ്രൈസ് ഒന്ന് ഉയരുന്ന സമയത്ത് നമുക്കത് സെല്ല് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര വലിയ ഒരു പ്രോഫിറ്റിന് വേണ്ടി ഒന്നും ശ്രമിക്കേണ്ട ആവശ്യമില്ല സ്വിംഗ് ട്രേഡിങ്ങിന്. അതിന് നമുക്കൊരു 2% അല്ലെങ്കിൽ 3%, 2-3 ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരാഴ്ചക്കുള്ളിലൊക്കെ അത്രയൊക്കെ പെർസെൻറ്റേജ് കൂടി കിട്ടുകയാണെങ്കിൽ ബാങ്ക് ഇൻട്രസ്റ്റ് റേറ്റിനേക്കാളൊക്കെ നല്ല, അതിനേക്കാൾ കുറേ കൂടുതൽ ആയിട്ടുള്ള ഇത് കിട്ടുകയാണെങ്കിൽ, ഇൻട്രസ്റ്റ് കിട്ടുകയാണെങ്കിൽ നമുക്ക് അപ്പം വിറ്റ് കളയാം. മനസ്സിലായില്ലേ? പ്രോഫിറ്റ് ടേക്ക് ചെയ്യണം. പ്രോഫിറ്റ് ടേക്കിംഗ് എന്ന് പറയും, അല്ലെങ്കിൽ പ്രോഫിറ്റ് ബുക്കിംഗ് എന്ന് പറയും. അപ്പോൾ ഒരു ചെറിയ പ്രോഫിറ്റുകൾ എടുത്തുകൊണ്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ടെൻഷൻ ഇല്ലാതെ തന്നെ ചെയ്യാവുന്ന ഒരു കാര്യമാണെന്നുള്ളതാണ്. പിന്നെ നമുക്കിതിനകത്ത് പറയാവുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഡേ ട്രേഡിംഗ് അല്ലാതെ വരുമ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്താണ്? ലിവറേജിൻ്റെ ഒരു പ്രശ്നം വരും അല്ലേ. ലിവറേജ് കിട്ടില്ല അത്ര അധികമൊന്നും. അതായത് നമുക്ക് കുറച്ച് മാർജിൻ കൊടുത്തിട്ട് കൂടുതൽ വോളിയം ചെയ്യാനുള്ള ഇൻട്രാഡേക്ക് കിട്ടുന്ന ഒരു ഫെസിലിറ്റി കിട്ടില്ല അല്ലേ. അപ്പോൾ അതിന് കൂടുതൽ പ്രോഫിറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ അപ്പോൾ കൂടുതൽ പൈസ നമ്മൾ മുടക്കേണ്ടതായിട്ട് വരുന്നുള്ളത് ഒരു കാര്യമാണ് ഈ സ്വിംഗ് ട്രേഡിങ്ങിനെ സംബന്ധിച്ച് പറയുമ്പോൾ. അല്ലാതെ ഇതിനെ സംബന്ധിച്ച് നമുക്ക് ഏറ്റവും മികച്ചൊരു ട്രേഡിംഗ് മെത്തേഡ് തന്നെയാണ്. ഏറ്റവും ലോയിൽ വരുമ്പോൾ വാങ്ങിക്കുക, ഹൈയിൽ എത്തുമ്പോൾ വിൽക്കുക. അത് തന്നെയാണ് ഇതിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. ഇതിൽ പ്രോഫിറ്റ് എടുക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് അല്ലേ. ബൈ ലോ ആൻഡ് സെൽ അറ്റ് ദ ഹൈ റേറ്റ് എന്നുള്ളതാണ് നമ്മളതിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ സ്വിംഗ് ട്രേഡിങ് ചെയ്യാനായിട്ട് നമുക്ക് കുറേശ്ശെ തുടങ്ങാം, നല്ല ഷെയർസ് നോക്കിയിട്ട്. അപ്പോൾ എത്ര ഷെയർസിൽ ഇത് ചെയ്യണം? ഒരുപാട് ഷെയർസിലൊന്നും ചെയ്യാൻ നിൽക്കരുത്. ഒരു 3-4 ഷെയർസൊക്കെ മതി. 3-4 നല്ല ഷെയർസ് നോക്കിയിട്ട് നിങ്ങൾ സ്വിംഗ് ട്രേഡിങ് ചെയ്തോളൂ. നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ തന്നെയുള്ള, നിങ്ങളുടെ കൈവശമുള്ള, നിങ്ങൾ വാങ്ങി വെച്ചിരിക്കുന്ന ഓഹരി, അതായത് നല്ല ഷെയർസ്, അതിൽ മാത്രം നിങ്ങൾ ചെയ്യാവൂ. അല്ലാതെ ഒരുപാട് ഷെയർസിൽ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അത് തിരിച്ചടി കിട്ടും. അപ്പോൾ നല്ല ഷെയർസിൽ മാത്രം
ശരി, അപ്പോൾ സ്വിംഗ് ട്രേഡിംഗ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.